ഇന്നത്തെ സൂം മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കിയുടെ എനർജി ബോൾ നമുക്ക് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം, അതേപോലെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന റെക്കി എനർജി ബോളിനെ കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ളതൊക്കെയാണ്. ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ പഠിക്കാനായിട്ട് ഇന്ന് പോകുന്ന ഈ റേക്കി എനർജി ബോള് റേക്കി പഠിക്കാത്ത വ്യക്തികൾക്ക് പോലും നിങ്ങൾക്ക് അനുഭവിച്ച് അറിയിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ചക്രകളെ കുറിച്ചും അതും പഠിക്കണമെന്നില്ല, ദീക്ഷ ലഭിക്കണമെന്നില്ല, അല്ലാതെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. സോ ആർക്കെങ്കിലും അനുഭവം, ഒരു 2 പേർക്ക് റെക്കിയുടെ ദീക്ഷ അനുഭവം പറയാം. ആരാണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ പറയാ സർ. എന്താ പേര്? പാലക്കാട്. ശരി, പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. നാട്ടില് നല്ല എനിക്ക് ദീക്ഷ എടുക്കുന്ന സമയത്ത് തന്നെ ചെസ്റ്റിലൊരു ഭയങ്കര കംപ്രഷൻ മാതിരി ഉണ്ടായിരുന്നു. എന്താ ഒരു ചെടിച്ചട്ടി കയറ്റി വെക്കുന്ന മാതിരി. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. ഇത് വല്ല ഹാർട്ട് അറ്റാക്കിന്റെ ആണോന്ന് വരെ ഞാൻ സംശയിച്ചിരുന്നു. പിന്നെ എനിക്ക് സാറിനെ ഞാൻ വിളിച്ചിരുന്നു. എനിക്ക് സാറ് അത് ക്യൂർ ചെയ്ത് തന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നീടാണ് അത് ഗ്യാസിന്റെ ബ്ലോക്കേജ് ആയിരുന്നു. പിന്നെ എനിക്ക് ക്ലിയർ ആയി. അത് എനിക്ക് പിന്നെ ഒരു ദിവസം തലവേദന ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം ക്ലിയർ ആയി. ആ ചെസ്റ്റിന്റെ പെയിന് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് ബ്ലോക്ക് പോലെ വന്ന് അത് അങ്ങനെ നിന്നു. 2 ദിവസം കൊണ്ട് പിന്നെ അത് ശരിയായി. എനിക്കുണ്ടായിരുന്നു അനുഭവം. ഗുഡ്, താങ്ക് യു. അപ്പം ഇനി ഒരാൾക്ക് കൂടി പറയാം. ഹലോ സാർ. യെസ്, നമസ്കാരം. ഹലോ സാർ, എൻ്റെ പേര് മിഥുൻ. മിഥുൻ, യെസ് മിഥുൻ പറഞ്ഞോളൂ. എനിക്ക് ഈ ദീക്ഷയുടെ സമയത്ത് എനിക്ക് തലയുടെ പുറകുവശത്തുനിന്ന് ഒരു വൈബ്രേഷൻ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സമയത്ത്. പിന്നെ അത് കഴിഞ്ഞു, പിന്നെ ദീക്ഷയുടെ സമയം കഴിഞ്ഞപ്പോൾ പിന്നെ അത് പതുക്കെ കുറഞ്ഞു. പിന്നെ ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു. പതുക്കെ കുറഞ്ഞു. അതൊക്കെ ഇപ്പൊ കുറഞ്ഞു, നോർമലായി. നോർമലായി. യെസ്, ഗുഡ്, വെരി ഗുഡ്. നല്ല തലവേദന ഉണ്ടായിരുന്നു. അതാണ്. അനുഭവം. ഓക്കെ, ഗുഡ്, താങ്ക് യു. ഈ നോർമലി ദീക്ഷാ സമയത്ത് ഇസ് മോസ്റ്റ് വെൽക്കം. അപ്പോൾ ദീക്ഷാ സമയത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചില ചേഞ്ചസ് ബോഡി കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അന്ന് നമ്മൾ പാലിക്കേണ്ട പ്രധാന കാര്യങ്ങൾ 3 എടുത്ത് പറഞ്ഞു. വെള്ളം നല്ലതുപോലെ കുടിച്ചുകൊള്ളുക. ഓക്കെ, അപ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ള കാര്യം അത് കണ്ടിന്യൂ തന്നെ ചെയ്യാം. സാധാരണ നിങ്ങൾ കുടിക്കുന്നതിൽ ഞാൻ പറഞ്ഞ 2 ഗ്ലാസ് എക്സ്ട്രാ വെള്ളമെങ്കിലും കുടിക്കണം. അത് ശരീരത്തിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളെയും ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് പോലെ അത് ശരീരത്തിന് പോകണം. നമ്മൾ അതിന് പിശുക്കത്തരം കാണിക്കരുത് വെള്ളം കുടിക്കാൻ. ചിലവർ അങ്ങനെയാണ്, വാഷ്റൂം പോകേണ്ടി വല്ല ഇടയ്ക്കൊക്കെ പോകേണ്ടി വരുന്നതാണ് ചിലർ വെള്ളം കുടിക്കുന്നത് കൺട്രോൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യരുത്. പ്രത്യേകിച്ചിട്ട് ദീക്ഷ ലഭിച്ച സ്ഥിതിക്ക് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂ തന്നെ ചെയ്യുക. പ്രത്യേകിച്ചിട്ട് 21 ദിവസം എന്തായാലും വേണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ 2 പേരുടെ അനുഭവങ്ങൾ കേട്ടു, സന്തോഷം. എല്ലാവരും കേട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ റേക്കിയുടെ എനർജി ബോളിനെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങാൻ പോവാം. ഓക്കെ, ഇപ്പോൾ റേക്കി എനർജി ബോൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ് ഇത്. പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കാര്യങ്ങൾക്കാണെന്ന് പറഞ്ഞാൽ വെള്ളത്തിന് നമ്മൾ എനർജൈസ് ചെയ്യാം. നമ്മൾ കുടിക്കുന്ന വെള്ളം ഇനി ഡെയിലി നിങ്ങൾ ഈ വെള്ളം മാത്രമേ കുടിക്കാവൂ. എനർജൈസ് ചെയ്തിട്ടുള്ള വെള്ളം. അതെങ്ങനെ എനർജൈസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം എനർജൈസർ ചെയ്ത വെള്ളമേ ഇനി കുടിക്കാൻ പാടുള്ളൂ ആക്ച്വലി. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിരോധ ശക്തി എപ്പോഴും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മൾക്കൊരു ശക്തി വർദ്ധിച്ച് വരികയും ചെയ്യും. അപ്പോൾ ഒരു പ്യൂരിറ്റി നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു ശക്തി എന്ന സെൻസ് ഒരു പ്യൂരിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ് എന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു പ്യൂരിറ്റി ഉണ്ടാക്കുന്നതോടുകൂടി നമ്മൾ ശക്തവാനായിട്ട് മാറും. അപ്പോൾ ഹീലിംഗ് നമ്മുടെ നല്ല പവർഫുള്ളായിട്ട് മാറും. അപ്പോൾ ഇത് നിർബന്ധപൂർവം വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക, ഡെയിലി എനർജൈസ് ചെയ്യുക. ഞാനത്
പറയുക എങ്ങനെയൊക്കെയാണെന്ന് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ഇപ്പോൾ തുടക്കക്കാരെന്ന നിലയിൽ 24 മണിക്കൂറിൽ ഒരു പ്രാവശ്യം മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റൂ. ഏത്? ഈ റെക്കി എനർജി ബാൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം 24 അവേഴ്സിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് സാധ്യമാവുള്ളൂ തുടക്കത്തിൽ. പിന്നീട് നിങ്ങളിത് എക്സ്പേർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് 1 എന്നുള്ളത് 2 ആക്കി നോക്കാം. എന്നിട്ട് നിങ്ങൾക്കത് എന്താ പറയുക, ആ പവർ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് 3 ആക്കിയിട്ടെടുക്കാം. ഓക്കെ. സോ ഇനിയിപ്പോൾ നമ്മളെല്ലാവരും ചേർന്നിട്ട് ആജ്ഞാചക്ര വഴി ശരീരത്തിനകത്ത് ഒരു പ്രാവശ്യം ചെയ്ത്, ഇനി അടുത്തത് നാളെ ഈ സമയം കഴിഞ്ഞ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിന് ചെയ്യണം. ഇപ്പം നമ്മളൊരു ചക്രക്ക് ചെയ്ത്, അപ്പോൾ വെള്ളത്തിന് എങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കുക, മേശപ്പുറത്ത് എടുത്ത് വെക്കുക. നല്ല ക്ലീൻ വെള്ളമാണ്, ഹൈജീൻ എന്ന് പറഞ്ഞാൽ എല്ലാം വൃത്തിയുള്ളതാണെന്നുള്ളൊരു ഉറപ്പ് വരുത്തിയിട്ട് ആ വെള്ളം എടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടെക്നിക്കും ചെയ്യണം. എന്നിട്ട് ആ ഫീല് വരണം, പ്രഷർ ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതാണ് അതിൻ്റെ എന്താണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. റേക്കിയുടെ എനർജി എൻ്റെ കയ്യിലുണ്ടെന്നുള്ള ഒരു ഉറപ്പ് വരുത്തില്ല, അത് ആ പ്രഷർ ഉണ്ടോ എന്ന് നോക്കണം. ആ പ്രഷർ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ആ വെള്ളത്തിനകത്തേക്ക് നമ്മൾ കടത്തി വിടുന്നതായിട്ട് സങ്കല്പമാണത്. എല്ലാം സങ്കല്പിച്ചാൽ മതി. ഇങ്ങനെ കൈ കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ ഗ്ലാസ്സിന് മേലെ ഇങ്ങനെ വെച്ചേക്കണം. ഫ്യൂ സെക്കൻഡ്സ്, 2 3 4 സെക്കൻഡ്സ്. അപ്പോഴേക്കും അതിനകത്ത് അത് കടന്ന് ഇരിക്കും. കാരണം റെക്കിയുടെ ഒരു അവബോധമുണ്ട്, നമ്മൾ എന്തിനു വേണ്ടി ചെയ്യുന്നതെന്നെല്ലാം റെക്കിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതൊരു മെഡിക്കേറ്റഡ് വാട്ടറാണത്. ആക്ച്വലി എനർജൈസ് ചെയ്യുന്നതോടുകൂടി അത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള, എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷീണമൊക്കെ തോന്നുമ്പോൾ ORS ഒക്കെ കലക്കി കുടിക്കാറില്ല, അതിനേക്കാളും എത്രയോ 10 മടങ്ങെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് മെഡിക്കേറ്റഡ് വാട്ടറായി മാറും. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിവൈൻ വാട്ടറാണ്. നമുക്ക് ഈ എന്താ പറയുക, ഒരു എനർജി ഡ്രിങ്ക് എങ്ങനെയാണോ കുടിക്കുന്നത് ആ രീതിയിലുള്ള ആ ഒരു ഫീലാണ്. അത് മെൻ്റലി, ഇമോഷണലി, അതേപോലെ ഫിസിക്കലി, ഈ 3 തലത്തിലും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതാണ് ഈ വെള്ളം കുടിക്കുമ്പോൾ ഉള്ളൊരു ഗുണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി മുതൽ ഇതേ കുടിക്കാവൂ. ഇനിയിപ്പോൾ വേറൊരു പ്രശ്നം എന്താണ്, ഒരു പ്രാവശ്യം ചെയ്താൽ പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞാലല്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിനെ എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലെ വെള്ളത്തിനെ ഒരു 5 ലിറ്റർ വെള്ളത്തിൻ്റെ ക്യാനിനകത്തോ അല്ലെങ്കിൽ 10 ലിറ്ററോ 20 ലിറ്ററോ അങ്ങനെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെള്ളം 2 3 ദിവസം കുടിക്കാനായിട്ട് എടുക്കാം. പിന്നെ വെള്ളത്തിന് വേണ്ടി 2 3 ദിവസം ചെയ്യണ്ട. മനസ്സിലാവുന്നുണ്ടല്ലോ? സാർ, അത് വീട്ടിൽ വേറെ ആരെങ്കിലും കുടിക്കാൻ പറ്റുമോ? കുടിക്കാം, അങ്ങനെ ഒരു ഹാനികരമെന്നല്ല. പക്ഷെ ഇത് നിങ്ങൾ തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ഏതെങ്കിലും കാരണവശാൽ അറിയാതെ കുടിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എനർജൈസ് ചെയ്തിട്ടുള്ള വെള്ളമാണ്. പക്ഷെ പുറമേ ഉള്ളവർ 21 ഡേയ്സ് കഴിഞ്ഞാൽ മാത്രമേ കുടിക്കാനായിട്ട് കൊടുക്കാവൂ. വീട്ടിലുള്ളവരൊക്കെ, നമുക്ക് ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ളവർക്കൊക്കെ കുടിച്ചു കഴിഞ്ഞാലും അത് നമ്മൾ വലുങ്ങായിട്ട് ബാധിക്കില്ല. ഓക്കെ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണ്, ഒരു ഗ്ലാസ്സിൽ വെക്കുക, അത് എന്നിട്ട് 5 ലിറ്ററോ 10 ലിറ്ററോ വലിയ കണ്ടെയ്നറിലൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ദെൻ എന്താണ് 2-3 ദിവസത്തേക്ക് നിങ്ങൾക്ക് റേക്കി വെള്ളത്തിന് വേണ്ടി ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്കത് വേറെ ചക്രക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഈ 2-3 ദിവസം ക്ലിയർ ആയല്ലോ? ഇതുപോലെ ചെയ്യണം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ടെക്നിക്ക്, ഞാൻ ഈ വെള്ളത്തിൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഒരുവിധം എല്ലാ ഹീലിങ്ങും ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത്, ചില സ്റ്റുഡൻസൊക്കെ ഇങ്ങനെ, ഈവൻ ലിവർ ക്യാൻസർ ബാധിച്ച സ്റ്റുഡൻ്റ് ഉണ്ട് എനിക്ക്. ആ സ്റ്റുഡൻറ്റ് ക്യാൻസർ ബാധിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കീമോ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ 4 കീമോ ചെയ്തതോടുകൂടി അവരുടെ ശബ്ദം, വോക്കൽ കോഡെല്ലാം നശിച്ചുപോയി. അപ്പോൾ സംസാരിക്കാനായിട്ട് വോയിസ് എന്ത് പറയുന്നെന്ന് ഒരു വസ്തു മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം എനിക്കറിയില്ലായിരുന്നു എന്താണ് ഈ പറയുന്നത്. കോഴിക്കോടാണ് സ്റ്റുഡൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞൊന്നൊന്ന് ഉറക്കെ പറയുകയാണെങ്കിൽ എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കും, എനിക്കൊന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നില്ലെന്ന്.
അപ്പോഴാണ് പറഞ്ഞത്, എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ കീമോ കഴിഞ്ഞ് അതിന് ശേഷം സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല, വോക്കൽ കോഡിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, വെള്ളം വെക്ക്, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വെള്ളം വെക്കണം, രാവിലെ തന്നെ വെള്ളം വെക്ക്, ഞാൻ അതിനെ എനർജൈസ് ചെയ്തിട്ട് തരാം, കുടിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ അത് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു 1 വീക്ക് കംപ്ലീറ്റ് ആയില്ല, അപ്പോഴേക്കും അവരുടെ ശബ്ദമൊക്കെ അവർക്ക് തിരിച്ചു കിട്ടി. അവരുടെ വോയിസ് നല്ല ക്ലിയർ ആയിട്ട് അവരിപ്പോൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, 3 മാസമായിട്ട് അവരുടെ ഹെമോഗ്ലോബിൻ്റെ ലെവൽ 6 പോയിൻ്റ് എന്ന നിലയിലായിരുന്നു. അപ്പോൾ അതൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഹീലിംഗ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അവർ എന്തെങ്കിലും ചെക്ക് ചെയ്യാനായിട്ട് പോയി, ലാബ് പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ 6 എന്നുള്ളത് 8 എന്നുള്ള പൊസിഷനിലെത്തി. 3 മാസം ഒരു അനക്കമില്ലാതിരിക്കുന്നതായിരുന്നു, അത് 6 എന്നുള്ളത് 8 പോയിന്റിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് അവർ ഭയങ്കര ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ അവർക്ക് ജീവിക്കാൻ ഇനി പറ്റില്ല, സ്ലോലി ഡെത്ത് ആയിരിക്കും എന്നുള്ളത് ആയിരുന്നു അവർക്ക് മനസ്സിനകത്ത്. അവർ ഒരു ടീച്ചറാണ്, LP സ്കൂൾ ടീച്ചറാണ്. അപ്പോൾ ഇപ്പോൾ അവർക്കൊരു പ്രതീക്ഷ, എനിക്ക് സ്കൂളിൽ പോയി ചെന്ന് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഹോപ്പിലാണ് ഇനിയിപ്പോൾ അവരുള്ളത്. അവർ ബെറ്ററായിട്ട് വരുന്നുണ്ട്, ജസ്റ്റ് ഞാൻ ഈ വെള്ളത്തിൻ്റെ ടെക്നിക്ക് ചെയ്തു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി വരും. വെള്ളത്തിൻ്റെ അത് മോർ പവർഫുള്ളാണ്. ഇപ്പോൾ ആരാണ് നേരത്തെ പറഞ്ഞില്ലേ, ഗ്യാസ് ഇഷ്യൂസ് ആ ഉണ്ടായി. അതെ 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 എനിക്ക് സാറ് എനർജൈസ് ചെയ്യുന്ന വാട്ടർ ആയിരുന്നു ഞാൻ പിന്നെ കുടിച്ചുകൊണ്ടിരുന്നത്. അതെ. അപ്പോൾ നല്ലൊരു നല്ല റിസൾട്ട് ഉണ്ടായില്ലേ? നല്ല റിസൾട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ആയി. അതെ. സോ അത്രയും പവർഫുള്ളാണ് ഇത് വെള്ളത്തിൻ്റെ ടെക്നിക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും ഇപ്പം പുതുതായിട്ട് കേൾക്കുന്നതുകൊണ്ട് ഒരു കൗതുകമായിട്ട് തോന്നും, പക്ഷേ അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം അറിയാനായിട്ട് സാധിക്കും. ഓക്കെ. സോ വെള്ളത്തിൻ്റെ ടെക്നിക്സ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് അതും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ കേസിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെലിവറി കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് ബോംബെയിൽ ഉള്ള സമയത്തുള്ളൊരു കേസ്, അത് ഞാൻ ബോംബെയിലുള്ള സമയത്തുള്ളതാണ്. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞായിരുന്നു, എന്താ പറയുക, ഡെലിവറി സിസേറിയൻ അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആണ്, നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഡെലിവറിയുടെ ടൈം ആയപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ അവരുടെ അടുത്ത് പറഞ്ഞ് വെള്ളം കുടിക്കാൻ വേണ്ടി. അവർ വെള്ളം കുടിച്ചു. ലേബർ പെയിൻ വന്നപ്പോൾ അങ്ങനെ കുടിച്ചു. ഹോസ്പിറ്റലിലെത്തി ഒരു 20 മിനിറ്റ്സ് ഞാൻ റേക്ക് ചെയ്ത് അവർക്ക് എക്സ്ട്രാ വെള്ളം കൊടുത്തതിന് പുറമെ ഹീലിംഗ് ചെയ്ത് കൊടുത്ത്. ആശ്ചര്യം എന്ന് പറയട്ടെ, നോർമൽ ഡെലിവറി ആയിരുന്നു, അതുപോലെ പെയിൻലെസ് ആയിരുന്നു അവരുടെ ഡെലിവറി, വേദനയില്ലാത്തൊരു നോർമൽ ഡെലിവറി ആയിരുന്നു. സോ വെള്ളത്തിനുള്ള കാര്യത്തിന് അത്രയും പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങളത് ചെയ്യണം. സ്വയം ഇതേ കുടിക്കാൻ പാടുള്ളൂ ഇനി മുതൽ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങളാണെന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 ഡേയ്സ് കഴിഞ്ഞാൽ അവർക്ക് ചെയ്തു കൊടുക്കുക. ഓക്കെ. സോ ഇനിയിപ്പോൾ ഇത് ഏതെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, പിന്നെ നമുക്ക് സ്വയം ചക്രകൾ വഴി ശരീരത്തിനകത്തേക്ക് കടത്തിവിടാം എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അലോപ്പതി ആവട്ടെ, ഹോമിയോ ആവട്ടെ, യുനാനി ആവട്ടെ, ആയുർവേദ ആവട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സ്വരൂപിച്ചിട്ട് ഒരു ബാസ്ക്കറ്റിനകത്തോ ഒരു കണ്ടെയ്നറിനകത്തൊക്കെ വെക്കുക, എല്ലാത്തിനും ഒന്നിച്ച് വെച്ചിട്ട് ഇതേപോലെ തന്നെ എനർജി ബാൾ മാനിഫെസ്റ്റ് ചെയ്യുക. ആ പ്രഷറൊക്കെ ഫീൽ ചെയ്തിട്ട് ആ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന മരുന്നുകൾക്ക് കടത്തി അങ്ങ് വിട്ടേക്കണം. ഓട്ടോമാറ്റിക് ആ മരുന്ന് അതൊക്കെ സ്വീകരിച്ചിരിക്കും. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഉള്ള ഗുണം? ഇപ്പോൾ 1 മാസം കഴിക്കണം എന്ന് പറഞ്ഞ മരുന്ന് ഡോക്ടർ, ഇപ്പോൾ ചില കോഴ്സസ് അങ്ങനെയാണല്ലോ, ഇതൊരു കോഴ്സിൻ്റെ മരുന്നാണ് 1 മാസം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നുകൾ അത് എനർജൈസ് ആയി കഴിഞ്ഞാൽ 15 ഡേയ്സ് അല്ലെങ്കിൽ 10 ഡേയ്സ്, എന്തിനു പറയുന്നു 5 ഡേയ്സിനകത്തും റിസൾട്ട് ഉണ്ടാക്കി തരുന്നു. അപ്പോൾ മരുന്നുകൾക്കും ചെയ്തോളൂ. ഓക്കെ. പിന്നെ ആ മരുന്നുകളിൽ ഉണ്ടാവുന്ന ദോഷഫലങ്ങൾ, പ്രത്യേകിച്ചിട്ട് അലോപ്പതി മരുന്നുകൾക്ക് ഗുണം കിട്ടും, പെട്ടെന്ന് ഗുണം ഉണ്ടാകും, പക്ഷേ അപ്പോഴേക്കും വേറെ ദോഷങ്ങൾ അത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യും. ഏതെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ മരുന്ന് കുടിക്കുമ്പോൾ
2 പുതിയ വേറെ അസുഖങ്ങൾ അത് തന്നിട്ട് ഫ്രീ ആയിട്ട് തന്നിട്ട് അത് പോകും. അങ്ങനെയൊക്കെയാണ് അലോപ്പതിയുടെ ചില കേസുകൾ. ഓക്കെ. സോ പാർശ്വഫലങ്ങളില്ലാത്ത രീതിയിലാക്കിയിട്ട് മാറ്റുകയും ചെയ്യും. ധൈര്യമായിട്ട് അലോപ്പതി മെഡിസിൻസ് ഒക്കെ കഴിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഏതെല്ലാം കാര്യം പറഞ്ഞു? നമ്മുടെ സ്വന്തം ചക്രകൾക്ക് ചെയ്യാം. രണ്ടാമത് ഞാൻ പറഞ്ഞു വെള്ളത്തിന് ചെയ്യാം. വെള്ളത്തിൽ ചെയ്യാം. ഇപ്പം ഞാൻ മെഡിസിന് പറഞ്ഞു, മരുന്നുകൾക്ക് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ചിലപ്പോൾ നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ വെളിയിലൊന്നൊക്കെ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, അവരുടെ കോൺഷ്യസ് ഏത് രീതിയിലാണോ നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കഴിക്കുന്ന ഒന്നുകിൽ ആ റെസ്റ്റോറൻറ്റിലുള്ള ഉണ്ടാക്കിയവൻ്റെ സ്വഭാവമായിരിക്കും അതിനകത്തുണ്ടാവും. അതും തീർച്ചയായിട്ടും ഉണ്ടാവും. യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറയുന്നില്ലേ. കുക്ക് ചെയ്യുന്നവൻ്റെ സ്വഭാവമായിരിക്കും, അല്ലെങ്കിൽ ആ മുതലാളിയുടെ എങ്ങനെയെങ്കിലും എന്താ പറയുക, എങ്ങനെയും കാശുണ്ടാക്കണം, ലാഭം ഉണ്ടാക്കണം, ഹൈജീനൊന്നും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ഇതുപോലെ പരസ്യമായിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാനിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും തലക്ക് വട്ടാണെന്ന്, അല്ലേ? അപ്പോൾ ഇതൊക്കെ നോക്കുക, എന്നിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം അത് കൈകാര്യം ചെയ്യാം. പക്ഷേ ഇതേപോലെ ഇത് എങ്ങനെയൊക്കെ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒക്കെ കണ്ടില്ലേ, നിവേദിച്ചിട്ട് അത് പ്രസാദമായിട്ട് മാറ്റുന്നത്, അത് ഈശ്വരൻ കഴിക്കുന്നുണ്ട്. ദേവിയാണെങ്കിലോ ദേവനാണെങ്കിലോ ഈ നിവേദിക്കുന്നത് അത് കഴിക്കുന്നത് കൊണ്ട് അത് എനർജൈസ് ചെയ്തിട്ട് അത് പവർഫുള്ളായിട്ട് മാറും. അതേപോലെ തന്നെയാണ് റേക്കിയുടെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രസാദം കഴിക്കുന്നതിന് തുല്യം. അതിനകത്തുള്ള പാപങ്ങളൊക്കെ എടുത്തിട്ട് മാറ്റിത്തരും. സോ അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അങ്ങനെയും ചെയ്യാം. ഓക്കെ. പ്രത്യേകിച്ചിട്ട് ആമാശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ, വയറ്റിനകത്ത് അസ്വസ്ഥതയുള്ള ആൾക്കാർ, എരിച്ചൽ, എസിഡിറ്റി അങ്ങനെയുള്ളവരെല്ലാം തീർച്ചയായിട്ടും ഭക്ഷണത്തിന് ഇതുപോലെ ചെയ്ത് കഴിക്കണം. അതേപോലെ തന്നെ വെള്ളം അവർ റെഗുലറായിട്ട് യാത്രക്ക് പോകുമ്പോൾ ഈ വെള്ളം എനർജൈസ്ഡ് തന്നെ കൊണ്ടുപോകണം. ഇപ്പോൾ യാത്രയിലായാലും നമുക്ക് ഇപ്പം അവൈലബിൾ സുലഭമായിട്ട് ഇപ്പോൾ 1 ലിറ്റർ വെള്ളമൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, 2 ലിറ്റർ വെള്ളമൊക്കെ. പണ്ടൊന്നും അതില്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കെട്ടിക്കൊണ്ടുപോകണമെന്നില്ല. ഇപ്പോൾ ട്രെയിനിനകത്ത് വാഹനത്തിനകത്ത് മാത്രമേ നമുക്ക് ഇത് ഈ ടെക്നിക്ക് ചെയ്യാം. അത് എനർജൈസ് ചെയ്തിട്ട് അത് കുടിക്കാം. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വെള്ളത്തിനും ഭക്ഷണത്തിനും ചെയ്യാം. പിന്നെ അസുഖങ്ങൾക്ക് നമുക്ക് ഇതേപോലെ തന്നെ. അടുത്തത് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻസ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഏതെങ്കിലും മംഗളകരമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ അത്. ഇനി അതല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അതിന്. ഇനി അതുമല്ല എക്സാംസ് ആണെങ്കിൽ എക്സാം, മക്കളുടെ എക്സാം ആണെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കില്ല, നമുക്കും എക്സാം ഇല്ല, എല്ലാവരും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്കും അതിലൊരു സക്സസ് വരാൻ വേണ്ടി നമുക്കിതേപോലെ തന്നെ റേക്കിയുടെ എനർജി ബോൾ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഏത് ഡേറ്റിനകത്താണ് നിങ്ങൾക്ക് ഈ സംഭവം വേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് അടുത്ത മാസം 7-ാം തീയതി വീട്ടിനകത്തൊരു കല്യാണം ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു തയ്യാറെടുപ്പൊന്നും നടന്നൊന്നുമില്ല, എങ്ങനെയൊക്കെയോ കാര്യങ്ങളൊക്കെ ഒരുപാട് അറേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ട്. ആ 7-ാം തീയതിയുള്ള കല്യാണം വളരെ ഭംഗിയായിട്ട് നടക്കുന്നതുള്ള സങ്കല്പിക്കുകയല്ല, മൊത്തം ഗസ്റ്റുകൾ വരുന്നതായിട്ടും എല്ലാം ഫുഡ് അവർക്ക് കൊടുക്കുന്നതും എല്ലാം ഭംഗിയായിട്ട് എല്ലാം അവർ സാറ്റിസ്ഫൈഡ് ആവുന്നതും ആ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് എല്ലാവരും പോണതായിട്ടും എല്ലാം നമ്മളത് കണ്ടിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് പ്രപഞ്ചത്തിലേക്ക് അങ്ങ് കൊടുത്തിരിക്കുക. സങ്കല്പിക്കുക, അത് പ്രകൃതിക്ക് കൊടുത്തിരിക്കുക, പ്രപഞ്ചത്തിലേക്ക് കൊടുത്തിരിക്കുക. എന്നിട്ട് താങ്ക്സ് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അത് ആ സമയത്ത് കൃത്യമായിട്ട് മംഗളകരമായിട്ട് ഭംഗിയായിട്ട് നടന്നിരിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ഈവൻസ് എന്തും ആവാം, ഷെഡ്യൂൾ ചെയ്തേക്കണം നല്ല ഭംഗിയായിട്ട്. ഹൗസ് വാമിങ് ആണെങ്കിൽ അത്, ബർത്ത്ഡേ ആണെങ്കിൽ ബർത്ത്ഡേ, വെഡ്ഡിങ് ആണ് വെഡ്ഡിങ്, എക്സാം ആണ് എക്സാം, ട്രാവലിംഗ് ആണ് ട്രാവലിംഗ്, എന്തുമാവട്ടെ. ലാൻഡ് ഡീലിംഗ് ആണ് ലാൻഡ് ഡീലിംഗ്. ഇനി അതല്ല ചില കോടതി കേസുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് കിട്ടിയിരുന്നു. ഓക്കെ. ഇനി എന്താണോ സംശയമുള്ളത്, റേക്കി എനർജി ബോളായിട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇതിന് ചോദിച്ചിട്ട് ഇതിന് മറുപടി തന്നു കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കായിട്ടുള്ള ചക്രകളിലേക്ക് ഞാൻ കടക്കാം. ഓക്കെ, എന്താണ് ചോദിച്ചോളൂ. യെസ് സാർ, ഒരു സംശയം.
ഈ ബോൾ നമുക്ക് ഈ പർട്ടിക്കുലർ ഈ 26 പോയിന്റ്സ് അല്ലാതെയോ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് ശരീരഭാഗത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ എനർജി ബോൾ നമുക്ക് ആ ഭാഗത്തേക്ക് അങ്ങനെ വെക്കാമോ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ പർട്ടിക്കുലർ ഭാഗത്തേക്ക് സങ്കല്പിച്ചിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ സർ, താങ്ക് യു. ഹീൽ ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ ഓക്കെ, ഓക്കെ സർ, താങ്ക് യു. വെൽക്കം, മോസ്റ്റ് വെൽക്കം. എനിബഡി എൽസ്? സാർ, പർട്ടിക്കുലർ ഒരു ഡിസീസിന് വേണ്ടിയിട്ട് നമ്മള് ആ ഒരു സ്ഥലമല്ല നമ്മൾ ചക്രാസ് സെലക്ട് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യാം. ഇപ്പൊ ഈ ക്യാൻസർ പോലെ ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആ ഇപ്പൊ നമുക്ക് ചക്രാസിന് കൊടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഹീലിംഗ് കിട്ടുക. അത് ചക്രാസ് 7 ദിവസം മെനക്കെട്ടിട്ട് ഓരോ ചക്രക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തോ 24 ഹവേഴ്സിൽ ഓരോ ചക്രകൾക്ക് കൊടുക്കണം. 24 ഹവേഴ്സിൽ, മനസ്സിലായി? 24 hours കൊടുക്കണം അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ 7 ചക്രകൾക്ക് കൊടുക്കണമെങ്കിൽ 7 ദിവസം സമയം എടുക്കും. ഓക്കെ, അതെ. അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന വെള്ളവും കുടിക്കാൻ കൊടുക്കണം, എനർജൈസ് ചെയ്തിട്ട്. നല്ല റിസൾട്ട് കിട്ടും. സാർ ഇപ്പൊ 24 hours ഒരു പ്രാവശ്യം ചെയ്യാന്ന് പറഞ്ഞു. ആ അത് ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമാണ്? അതൊക്കെ നമ്മൾ വാട്ടറിൽ ചെയ്യുന്നെങ്കിൽ വാട്ടർ മാത്രമേ ഒരു ദിവസം ചെയ്യാവുന്നതാണോ, അതോ ഒരു ദിവസം 24 മണിക്കൂർ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാവുന്നോ? അതെ, ഒരു ഒരേ ദിവസം ഒരു വാട്ടറിനും പ്രാവശ്യം. യെസ്, വാട്ടറിനും ഭക്ഷണത്തിനും കൊടുക്കാൻ പറ്റില്ല? ഇല്ല, ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു പുതിയൊരു ടെക്നിക്ക് പറഞ്ഞത്. വെള്ളത്തിന് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു വലിയ കണ്ടെയ്നറിനകത്ത് മാറ്റി കഴിഞ്ഞു. അതെ, സോ ദാറ്റ് 3 ദിവസത്തേക്ക് വെള്ളത്തിന് ചെയ്യണ്ടല്ലോ. യു ക്യാൻ യൂസ് ദാറ്റ് ഡേയ്സ് ഫോർ അതർ പർപ്പസ്. കറക്റ്റ്. ഓക്കെ, ഓക്കെ സർ. വാള് നമുക്ക് ഫുഡ് ഭക്ഷണം ഇതിലും അങ്ങനെ മാത്രം ഇതാവുന്നതാണോ പക്ക? അല്ല, ഏത് രീതിയിൽ ഇപ്പം ഞാൻ 4-5 കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ അത് സ്വന്തം ശരീരത്തിനായിട്ട് ഉപയോഗിക്കാം, വെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കാം, ഭക്ഷണത്തിന് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞാൽ. മെഡിസിൻസിനാണെങ്കിൽ മെഡിസിൻസിന് ഉപയോഗിച്ചിട്ട് മെഡിസിൻസ് കഴിക്കാം. അതുപോലെ ഈവൻസ് ആണെങ്കിൽ ഈവൻസും ചെയ്തെടുക്കാം. ആക്ച്വലി നമ്മുടെ ഇപ്പം ഞാനിപ്പോൾ ഫ്യൂച്ചറിലുള്ള കാര്യം കൂടി പറഞ്ഞിരിക്കില്ല. ഫ്യൂച്ചറിലുള്ള കാര്യമാണ് പറഞ്ഞത്. പാസ്റ്റ് ഹീൽ ചെയ്തെടുക്കാം. ഇതേ ടെക്നിക്ക് കഴിഞ്ഞു പോയ കാലത്തേക്ക് കൊണ്ടുപോകാം. ഇപ്പോൾ ചിലവരുടെ ട്രോമ, ചിലവർക്ക് ഭയങ്കരം ചില സംഭവങ്ങൾ മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൈൽഡ്ഹുഡ് ട്രോമാസ് മാറ്റാൻ പറ്റുമോ? അതെ, അതാ ഇപ്പൊ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ളതൊക്കെ ചൈൽഡ്ഹുഡിലേക്ക് പോവാം, പാസ്റ്റ്. അതാണ് റേക്കിക്ക് സമയകാല പരിധികളില്ല. റേക്കി ക്യാൻ ട്രാവൽ അപ്പൊ ഒരു ടൈം മെഷീൻ പോലെ പോവാനേ സർ? സോറി, ടൈം മെഷീനേ അല്ലേ ശരിക്കും? അതെ, അതാണ് പറയണത്. ഇതിനങ്ങനെ ഒരു പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഈ രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഓ, അതെ, അത്രയും പവർഫുള്ളാണ് അത്. പ്രീവിയസ് ലൈഫിൽ, ഈ ലൈഫിൽ മാത്രമല്ല, ഈവൻ ഇൻ യുവർ പ്രീവിയസ് ലൈഫ് അവിടെ ചെന്നിട്ട് എന്താണോ ട്രോമ നിങ്ങൾ ക്യാരി ചെയ്ത് വന്നത് അതിനെ അത് ക്യൂർ ചെയ്തിട്ട് തരും. അത്രയും പവർഫുള്ളാണ്. യെസ്, സാർ, ഈ വാട്ടറിലൂടെയാണോ അത് പറഞ്ഞത്? വാട്ടറും അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്യാം. അതാണ് എല്ലാത്തിൻ്റെ കൂടെ ആഡ് ചെയ്തോളൂ. വാട്ടർ ടെക്നിക് ഈസ് ദ ബെസ്റ്റ്. കാരണം ഒരു വ്യക്തിയുടെ ശരീരത്തിൽ 70% വെള്ളം കിടക്കുക, ശരീരത്തിൽ 70% വാട്ടറാണ്. അതുകൊണ്ടാണ് ഈ എൻഹാൻസ് ചെയ്തിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള വെള്ളം ചെന്നിട്ട് പെട്ടെന്ന് നമ്മൾക്ക് ഹീൽ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ക്ലിയർ? ഓക്കെ സർ. സാറേ, ഒരു സംശയം ഇവിടെ. ചോദിച്ചു. സാറേ, നമ്മളിപ്പോ ഇന്ന് നമ്മൾ വാട്ടറിന് എനർജൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇനി അടുത്ത ഫുഡിനെ ചെയ്യണമെങ്കിൽ നാളെ മാത്രമല്ലേ നമുക്കത് പറ്റത്തുള്ളൂ സാറേ? അത് നാളെ പറ്റുമോ? അതെ, 24 hours. ഇപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളിപ്പോൾ ഒരു 9 മണിക്ക് ഇപ്പോൾ ചെയ്ത്, ഇനി നാളെ മാത്രമേ 9 മണി കഴിഞ്ഞിട്ട് ചെയ്യാൻ സാധ്യമുള്ളൂ. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു സാധകനായിട്ട് മാറുമ്പോൾ നിങ്ങൾക്കത് 2 ആയിട്ടും 3 ആയിട്ടൊക്കെ കൂട്ടിക്കൊണ്ടുവരാം. ഇപ്പം ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ എനർജി എഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഹയർ എനർജി ആയത്. അപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തലകറക്കം പോലെ തോന്നും, തലവേദനയായിരിക്കും, എന്തെങ്കിലും ഒരു അണീസിനെസ് നമുക്ക് തോന്നും. അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് 1 എന്നുള്ളത് 2 ആക്കി മാറ്റാം. ബട്ട് അറ്റ് പ്രസൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ
ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ദിവസം മിനിമം ഞാൻ ഒരു 5-6 ചെയ്യാറുണ്ട് ഇത്. ഓക്കെ. മിനിമം 5-6 ഒക്കെ ചെയ്യാറുണ്ട്. ഈവൻ ദീക്ഷ പോലും. ഇപ്പോൾ 2-3 ദിവസം മുൻപാണ് ഞാനൊരു കേരളത്തിലൊരു പ്രശസ്തനായിട്ടുള്ള ഒരു റേക്കി മാസ്റ്റർ പോഡ്കാസ്റ്റിൽ ഇരുന്നിട്ട് പറയുന്നത് കേട്ട. പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറയുകയാണെന്ന് എനിക്കൊരു ദിവസം ഒരു 3 അല്ലെങ്കിൽ 4 പേർക്ക് മാത്രമേ റേക്കി ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അറ്റ്യൂൺമെൻറ്റ് ചെയ്യാനായിട്ട് സാധ്യമുള്ളൂ, ദീക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് ആ ലെവലാണ്. ചിലവർക്ക് അതും പോലും പറ്റില്ല, 4 പോലും ചെയ്യുന്ന റിസ്ക് എടുക്കാറില്ല ചിലവർ. അപ്പം ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സാറ് പറയുന്നതാണ്. അതേ സ്ഥാനത്ത് ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ബാച്ചിൽ 60ാമത്തെ ബാച്ച് ഇപ്പോൾ ഒരാഴ്ച മുൻപാണ് അത് നടന്നത്. അതിൽ 25 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ആ 25 സ്റ്റുഡൻസിന് ഞാൻ രാവിലെ വൈകിട്ടായിട്ട് 2 നേരമായിട്ട് 25 സ്റ്റുഡൻസ് ദീക്ഷ കൊടുത്ത് അതെനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അത് ഓരോരുത്തർക്കും അത് എന്താ പറയുക, ഒരു ബ്ലെസ്സിങ്സ് ആണ്. അത് എല്ലാവർക്കും സാധിക്കണമെന്നില്ല. കാരണം അത് അങ്ങനെ 25 പേർക്കൊക്കെ ഒരുമിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ഒന്ന് ഭയങ്കര ടയർഡ്നെസ് ആയിരിക്കും, ക്ഷീണമൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. വേറൊരു ലെവലിലുള്ള സെക്കൻഡ് ലെവലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദീക്ഷ കൊടുത്തു. സോ ഇറ്റ്സ് ഡിപ്പെൻഡ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ പറഞ്ഞ പോലെ എന്നേക്കാളും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഓരോ ഇൻഡിവിജ്വൽ സോൾസാണ് ഓരോ സോൾസും. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ കഴിയും. ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 സ്വഭാവമല്ലേ. അതുപോലെ തന്നെ എന്നേക്കാളും ശക്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമായിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങളുടെ സാധനയെ അടിസ്ഥാനമായിട്ടാണ് കാര്യം നടക്കുന്നത്. ക്ലിയർ ആയോ? എനി മോർ ക്വസ്റ്റ്യൻസ്? ശരി. അപ്പം റേക്കി എനർജി ബോളിൻ്റെ ടോപ്പിക്ക് ഇനി നമുക്ക് മാറ്റി വെക്കാം. എല്ലാം നിങ്ങൾ ആ ടെക്നിക്സ് മനസ്സിലാക്കി എടുത്തിട്ട് അത് എപ്പോഴും ഫോളോ ചെയ്തോളൂ. കാരണം ഇന്ന് ചിലപ്പോൾ എല്ലാവരിലും ആ അനുഭൂതി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫീൽ വന്നു കാണില്ല. ഡോണ്ട് വറി, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെടുത്താൽ മതി. ആ ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ അത് മാത്രമല്ല, യൂട്യൂബിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട്, നോക്കണം. അത് നോക്കിയിട്ട് അങ്ങനെയും ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വേദിക് റേക്കി എന്നുള്ള ആ യൂട്യൂബിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് പഴയ കാലത്തുള്ള, പഴയെന്ന് പറഞ്ഞാൽ അധികം പഴയൊന്നുമല്ല, ഈ ജനുവരിയിലാണ് ഞാൻ തുടങ്ങിയത് തന്നെ ഈ പരിപാടികൾ, ഓൺലൈൻ പരിപാടി.